എല്ലാവർക്കും ന്യൂമറോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവസാനത്തെ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ വെർട്ടിക്കൽ പ്ലെയിൻ പറയുന്ന പേര് ആക്ഷൻ പ്ലെയിൻ എന്നാണ്. ഈ ആക്ഷൻ പ്ലെയിനിലുള്ള നമ്പറുകൾ 2, 7, 6 ഈ 3 നമ്പറുകളാണ് ഉള്ളത്. 2 എന്ന് പറയുന്നത് മൂണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, 7 എന്ന് പറയുന്നത് കേതുവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, 6 എന്ന് പറയുന്നത് വീനസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ 3 നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് 100% ആക്റ്റീവ് ആയിരിക്കും നമുക്കറിയാം. ഇതിൽ ഏതെങ്കിലും 2 നമ്പറുകൾ മാത്രമാണുള്ളതെങ്കിൽ അതൊരു 67% ആക്റ്റീവ് ആയിരിക്കും. ഏതെങ്കിലും ഒരു നമ്പറുകൾ മാത്രമാണുള്ളതെങ്കിൽ അതൊരു 33% ആക്റ്റീവ് ആയിരിക്കും. ഒരു നമ്പറുകൾ മാത്രമുള്ള കോമ്പിനേഷനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. കാരണം ഇതിന് മുമ്പുള്ള നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു നമ്പർ മാത്രമാണെങ്കിൽ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 3 നമ്പറുകളും വരികയാണെങ്കിൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇതൊരു ആക്ഷൻ പ്ലെയിൻ ആണ്. വളരെ എനർജറ്റിക്കായ ആളുകളായിരിക്കും. അവർ എന്ത് കാര്യവും പെട്ടെന്ന് ചെയ്യാനുള്ള ഉത്സാഹമുള്ള ആളുകളായിരിക്കും. എന്ത് കാര്യത്തിന് ആദ്യം ഇറങ്ങുന്ന ആളുകളായിരിക്കും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരത് പ്രവർത്തിച്ചിരിക്കും. അതാണ് ഈ ആക്ഷൻ പ്ലെയിൻ്റെ പ്രത്യേകത. വളരെ ക്വിക്കായിട്ട് ഡിസിഷൻ മേക്കേഴ്സാണ് ഇവർ. കാര്യം തീരുമാനം എടുത്തെങ്കിൽ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു, പെട്ടെന്ന് പ്രവർത്തിക്കുന്നു. അതാണ് ഈ പ്ലെയിൻ്റെ ഒരു പ്രത്യേകത. നല്ല സ്പോർട്സ്മാൻമാരായിരിക്കും. സ്പോർട്സിൽ പ്രത്യേക കഴിവുള്ള ആളുകളായിരിക്കും ഈ 2, 7, 6 കോമ്പിനേഷനുള്ള ആളുകൾ. പിന്നെ ഇവരുടെ ഈ ഒരു പ്ലെയിൻ്റെ ഒരു പ്രത്യേകത, ഈ ആക്ഷൻ പ്ലെയിനിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു മൈൻഡ് പ്ലെയിൻ ഉണ്ട്. മൈൻഡ് പ്ലെയിനിൽ 4, 9 നമ്പറുകൾ 4, 9 നമ്പറുകൾ വന്നില്ലെങ്കിൽ 2 കൂടി വേണം. 4, 9, 2 എന്നുള്ളതാണ് മൈൻഡ് പ്ലെയിൻ. അതിൽ 4, 9 നമ്പറുകളില്ല. ബാക്കിയുള്ള ഈ ആക്ഷൻ പ്ലെയിനാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ പ്രവർത്തിക്കും, അതിനുശേഷം ഇവർ ചിന്തിക്കുകയുള്ളൂ. അതേസമയം അതും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബാലൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം പ്രവർത്തിക്കുക പിന്നെ ചിന്തിക്കുക, അതായിരിക്കും ഇവരുടെ പ്രത്യേകത. പിന്നെ ഇവരൊരു ഓപ്പർച്യൂണിറ്റി ഗ്രാബറാണ്. ഒന്നിനു വേണ്ടി കാത്തിരിക്കില്ല, അങ്ങോട്ട് പോയി അവസരങ്ങൾ നേടിയെടുക്കുന്ന ആളുകളാണ്. വളരെ ആക്ഷൻ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. കാര്യം എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു തുടങ്ങുമ്പോൾ ഗ്രാജുവലി നമ്മൾ പഠിച്ചു തുടങ്ങും. ഓരോരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങും. അങ്ങനെ നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ, നമ്മുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ചെയ്യാം എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അതുകൊണ്ട് തന്നെ ആക്ഷൻ പ്ലെയിനുള്ള ആളുകളുടെ പ്രത്യേകത, അവർ സക്സസ് ഉണ്ടാക്കുന്ന ഒരു നമ്പറാണ്. കാര്യം ഇവർ ഒന്നിനു വേണ്ടി കാത്തിരിക്കുന്നില്ല, അവർ ചെയ്യുന്നു, ആ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നു, അങ്ങനെ അവർ വിജയത്തിലേക്ക് എത്തുന്നു. അതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ 2 നമ്പർ മാത്രമുള്ള കോമ്പിനേഷൻ നമുക്ക് നോക്കാം. 2, 7 കോമ്പിനേഷൻ. അത് 2, 7 വരുന്നു. 2, 7 മിറർ നമ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് 2 പേരും ഏകദേശം ഒരേ ക്വാളിറ്റിയുള്ള ആളുകളാണ്. 2 ഒരു ഇൻറ്റ്യൂഷൻ നമ്പറാണ്, 7 ഇൻറ്റ്യൂഷൻ നമ്പറാണ്. 2 വളരെ കെയറിങ് നേച്ചറാണ്, 7 വളരെ കെയറിങ് നേച്ചറാണ്. അതുകൊണ്ട് 2, 7 വരുമ്പോൾ ഇവർ വളരെ കെയറിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും, വളരെ ഇൻറ്റ്യൂഷണൽ കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. ഇവർക്ക് ഒക്കൾട്ട് സയൻസിൽ ഭയങ്കര താല്പര്യം, നിഗൂഢ ശാസ്ത്രങ്ങൾ വളരെയധികം താല്പര്യമുള്ള ആളുകളായിരിക്കും. അവരൊരു ഇൻറ്റ്യൂട്ടീവ് പവർ കൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും അറിയാൻ കഴിയും. പിന്നെ ഇവരുടെ പ്രത്യേകത, ഇവർ ഹീലിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. ഇവരുടെ അടുത്ത് നമ്മൾ പോയി സംസാരിച്ചാൽ മതി. അതായത് ഇവർ പ്രത്യേകിച്ചൊന്നും പറയണ്ട, ഇവർക്ക് കേൾക്കാനുള്ള ശക്തി വളരെ കൂടുതലാണ്. അതായത് തിരിച്ചൊന്നും, ഇപ്പം നമ്മുടെ അടുത്ത് ഒരാളൊരു ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയാം. കേൾക്കാനാണ് ആളില്ലാത്തത്. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഇവർ ആ പറയുന്നത് മുഴുവൻ കേൾക്കും. അങ്ങനെ ഒരു വളരെ സെൻസിറ്റീവായ ആളുകളാണുള്ളവർ, വളരെ റിസപ്റ്റീവായ ആളുകളാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവർ കേൾക്കുന്നത് തന്നെ ആ പറയുന്ന ആൾക്ക് ഭയങ്കര ആശ്വാസമാണ്. അവർ ഹീൽ ചെയ്യപ്പെട്ടതായിട്ട് അവർക്ക് തോന്നും. അങ്ങനെ ഒരു ഹീലിങ്ങിൻ്റെ നമ്പറാണിത്. പിന്നെ ഇവർക്ക് സമ്പത്തിനെ കുറിച്ച് വലിയ വിചാരമില്ല. അതായത് പണത്തിനോട് വലിയ ആഗ്രഹമില്ലാത്ത ഒരാളുകളാണ്. അങ്ങനെ ഒരു വളരെ സ്പിരിച്വലി ആയിട്ടുള്ള ഒരാളുകളാണ്. ഇത് 2, 7 സൈക്കിക് നമ്പറും ഡെസ്റ്റിനി നമ്പർ വന്ന ആളുകളിലും ഈ പ്രത്യേകതയൊക്കെ കാണാം. ഇവർ വളരെ ഇൻറ്റ്യൂഷണൽ കപ്പാസിറ്റിയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇനി മറ്റൊരു നമ്പർ 2, 6 എന്ന് പറഞ്ഞ നമ്പറുകളാണ്. 2 നമുക്കറിയാം 3 ആണ്, 6 എന്ന് പറയുന്നത് വീനസാണ്. രണ്ടും വാട്ടർ എലമെൻ്റ് ആണ്. വാട്ടർ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും, ഹൈലി കെയറിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ വീട്ടുകാർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന കുട്ടികളെ നമുക്ക് കാണാം, അത് ഈ നമ്പറാണ്. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന അമ്മമാരെ കാണാം, അത് ഈ നമ്പറാണ്. അതായത് വീട്ടുകാർക്ക് വേണ്ടി അവരുടെ കരിയർ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായ ആളുകൾ, അല്ലെങ്കിൽ വലിയ വലിയ ജീവിതത്തിലെ നേട്ടങ്ങൾ താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഉപേക്ഷിക്കുന്ന ആളുകളൊക്കെ ഈ നമ്പറുകളാണ്. 2, 6 വരുന്ന ആളുകളാണ്. വളരെ ആർട്ട് ലവറാണ്. പിന്നെ ഇവർ ഈ ജലമായതുകൊണ്ട് ജലവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ്. അത് ജലത്തിൽ നിന്നുള്ള അസുഖമാകാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കഫക്കെട്ട്,
അതുപോലെയുള്ള ജലസംബന്ധമായ ശരീരത്തിൽ ജലസംബന്ധമായ അസുഖങ്ങൾ വരാൻ ഇവർ വളരെ പെട്ടെന്ന് ഇവർക്ക് വരും. കാര്യം മൂണും വീനസും ആയത് കാരണം. പിന്നെ ഫാമിലീനെ ഒരുപാട് ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളാണ്. ഫാമിലിക്ക് വേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാനും തയ്യാറായ ആളുകളാണ്. പിന്നെയുള്ളൊരു കോമ്പിനേഷൻ 7-6 എന്ന് പറഞ്ഞ കോമ്പിനേഷനാണ്. 7-6 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ 7 എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യും, ഡിറ്റാച്ച്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും. 6 എന്ന് പറഞ്ഞാൽ ലക്ഷറിനെ റെപ്രസെൻറ്റ് ചെയ്യും, റിലേഷൻഷിപ്പുകളെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ 7-6 കോമ്പിനേഷനിൽ വരുന്നവർ റിലേഷൻഷിപ്പിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് പലതരത്തിലാകാം. ഒന്നെങ്കിൽ അവർ ഒന്നിലധികം റിലേഷൻഷിപ്പുകളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് സെക്സിനോട് പെട്ടെന്ന് ആകർഷണം തോന്നുന്ന ആളുകൾ ആവാനുമുള്ളൊരു സാധ്യത ഉള്ള ആളുകളാണ് 7-6 കോമ്പിനേഷൻസ്. ഇത്രയുമാണ് ആക്ഷൻ പ്ലെയിൻ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 2 രാജയോഗങ്ങളും കൂടി ഉണ്ട്. നമ്മൾ 4ാമത്തെ രാജയോഗവും 3ാമത്തെ രാജയോഗവും പറഞ്ഞിട്ടുണ്ട്. ഇനി 2ാമത്തെ രാജയോഗവും 1ാമത്തെ രാജയോഗവും കൂടി പറയണം. അത് ഡയഗണലായിട്ടുള്ള ന്യൂമറോസ്കോപ്പിൽ ഡയഗണലായിട്ടുള്ള നമ്പറുകൾ വെച്ചിട്ടാണ് ആ രാജയോഗങ്ങൾ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നന്ദി.